അമ്പട അവന്മാർ ഞെക്കി പിടിച്ച് പിഴിയുള്ളോ. ഇവിടെ മല്ലു പേപ്പർ നിനക്കൊക്കെ എന്തുവാടാ, നിനക്കൊക്കെ കഴിവുണ്ടോടാ? നീ എൻ്റെ മുന്നിൽ ഇങ്ങോട്ട് വാ. നീ ആദ്യം നീ രണ്ടെണ്ണോ എൻ്റെ മുന്നിൽ വാ. വന്നാ ഉണ്ടല്ലോ കാണിച്ചു തരാം ഞാൻ. എന്നാലും ഇവിടെ മല്ലു പേപ്പർ നിന്നെ എൻ്റെ കണ്ണു മുന്നിൽ വന്നാ ഉണ്ടല്ലോ തുപ്പും നോയിക്കോ. ഇനിയിപ്പോ എവിടെന്നെങ്കിലും വഴിയിലൊക്കെ വെച്ച് കാണുകയെന്ന് വിചാരിക്കുക, നിങ്ങള് ഫസ്റ്റ് എന്താ ചെയ്യാ? കല്ലെടുത്തെറിയോ? അന്നത്തെ മൂഡ് പോലെ ഇരിക്കും അവന്മാർ. എന്റെ മറുക് വരെ അവന്മാർ ഇങ്ങനെ വരച്ചു വെച്ചേക്കുവാ. ഇത്രയൊക്കെയല്ലേ ഉണക്കമുന്തിരിയാന്ന് പറഞ്ഞു. ഇപ്പൊ കൂടുതലായിട്ട് കാണുന്നതാണ് രേണുസുതി പ്രണയത്തിൽ. ആരാ എന്താ അറിഞ്ഞായിരുന്നോ വല്ലത്? ഇപ്പൊ ശരിക്കും ചേച്ചി ഒരാളൊരു പ്രണയം, സീരിയസ് ഒരു പ്രണയം വന്ന് ചേച്ചിയിൽ ഇതാക്കിയ അല്ല, സെക്കൻഡ് മാരേജ് ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്നാലും എന്റെ കാര്യത്തിൽ അത് നാട്ടുകാർ തല്ലിക്കൊല്ലും. എന്റെ ഇപ്പൊ ഞാൻ ഒരുത്തനെ കെട്ടി അവനെ തല്ലിക്കൊന്നില്ലേലും എന്റെ പൊന്നെ അതൊന്നും ആലോചിച്ച് നോക്കിയ സംഭവം. ഞാൻ രേണുസുതി യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചുള്ള സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെയാണ് ആ ഒരു പെർഫ്യൂമിന്റെ പഠിച്ചോനെ കമന്റ്സ് കുറെ ഞാൻ കണ്ടു. ദാസേട്ടൻ്റെ മണമുള്ള പെർഫ്യൂം അടിക്കടി, ഇനിയും ദാസേട്ടൻ്റെ മണം അടിക്കടി, നീ പെർഫ്യൂം അടിച്ച് തീർന്നോടി സൂചേട്ടൻ്റെ മണം. ആ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അത് സുഗന്ധമല്ല സത്യം പറഞ്ഞാൽ, അത് വിയർപ്പിൻ്റെ ഒക്കെ കൂടിയുള്ള ഗന്ധമാണ്. അത് ഞങ്ങൾക്കത് ഇഷ്ടമാണ്, ഞങ്ങൾക്കത് മനസ്സിലാവും. മറ്റുള്ളവർക്ക് അത് അടിച്ചു നടക്കാൻ പറ്റും. ഞാനിതിപ്പോൾ അടിച്ചെന്ന് വെച്ചോ, ഞാൻ പുറത്ത് പോകുമ്പോൾ മൂന്നാമതൊരാൾ ഇതെന്ത് അടിയുന്ന ഈ മണമാണോ ഈ പെർഫ്യൂമിന്, അത്രയും ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ബോഡി ഷെയ്മിങ്ങിനൊക്കെ ചേച്ചി എങ്ങനെയാ പ്രതികരിക്കുന്നത്? അത് മാത്രം എന്തോ എന്നെ ഇവരെന്തോ ഉദ്ദേശിച്ചു എനിക്കറിയില്ല. എലി പല്ലി പാറ്റ ഇല്ലത് അയ്യോ കുറെ ഇട്ട് കൊടുത്തു, ഇനി അടുത്ത പാറ്റാന്ന് വരും. പിന്നെ ട്രാൻസ്ജെൻഡർ എനിക്ക് അവരെ ഇഷ്ടമാണ് കേട്ടോ. അവരും നമ്മളെ സുന്ദരികളാ, ഞാൻ അതാണെന്നാണ് പറയുന്നത്. എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെ പറഞ്ഞോട്ടെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. ചേച്ചി എങ്ങനെയാ ശരിക്കും സുജിചേട്ടന്റെ ലൈഫിലേക്ക് വരുന്നത്? ജഗദീഷ് ചേട്ടന്റെ ഈ ഫിഗറൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം. ജഗദീഷ് ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എവിടെയും പറഞ്ഞിട്ടുണ്ട്. കൊക്കും പൂഞ്ചിറ ആ പാട്ടൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജഗദീഷ് ചേട്ടനെ. അപ്പം ആ സമയത്താണ് സുജിചേട്ടന്റെ ഫിഗർ ഇങ്ങനെ കാണുന്നത്, ജഗദീഷ് ചേട്ടൻ ചെയ്യുന്ന സുജിചേട്ടനെ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇഷ്ടമായതും സുചേട്ടനെ. അങ്ങനെ പിന്നെ ടമാർ പടാർ എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ, സ്റ്റാർ മാജിക്കിന്റെ പഴയ മുമ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സുചേട്ടനാണ് ആദ്യമായിട്ട് കാലുകുത്തുന്നത്, അതായത് ക്യാരക്ടറായിട്ട് വരുന്നത്. ജാക്ക് സ്പാരോ എന്ന് പറയുന്ന ക്യാരക്ടറിൽ സുചേട്ടനാണ് ഫസ്റ്റ് എപ്പിസോഡിൽ സുചേട്ടനാണ് കാലുകുത്തുന്നത്. അതിൽ ആ ഒരു ഇതിൽ ഇപ്പം ആ പരിപാടി ഇല്ല നിന്നു. അപ്പം ആ സമയത്ത് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സുബീഷ് കിന്നസ് ചേട്ടനാണ്, എൻ്റെ ഫ്രണ്ടായിരുന്നു. ചേട്ടൻ വഴിയാണ് സുചേട്ടനെ ഞാൻ പരിചയപ്പെട്ടതും അങ്ങനെ കോണ്ടാക്ട് ആയതും. അപ്പൊ അന്ന് ഇഷ്ടമായിരുന്നു സുധിച്ചേട്ടനെ? സുധിച്ചേട്ടനെ എനിക്ക് ഇഷ്ടമായിരുന്നു, സുചേട്ടൻ എന്നെ അറിയത്തില്ലായിരുന്നു. ഇഷ്ടമായിരുന്നു. ഈ ഒരു ജഗദീഷ് ചേട്ടന്റെ ഒരു ഇത് വെച്ചിട്ടാണ് എനിക്ക് ഇഷ്ടം. സുചേട്ടന്റെ ലൈഫിനെ പറ്റി ഒന്നും ജഗദീഷ് ചേട്ടന്റെ ആരാധികയാണോ? പണ്ട് നട്ടേ ഭയങ്കര ആരാധിക ആണ്. ആ ഒരു ഫിഗർ സുചേട്ടന്റെ പായ്ക്കര പാപ്പിനകത്തെ ജഗദീഷ് ചേട്ടൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആരെ ശരിക്കും ഇങ്ങനെ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു സംസാരിച്ച് വന്നപ്പം കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് കുട്ടിയുടെ DP കണ്ടപ്പോൾ ഞാൻ ഇത് ആരായിട്ടാ? അപ്പം പിന്നെ മോനാ, എനിക്കറിയില്ലല്ലോ മോനാ. അപ്പോൾ പിന്നെ അമ്മയുടെ കാര്യം പറഞ്ഞാൽ ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഞങ്ങളെ ഒരു ദിവസം കാണാൻ വരുമോ? അപ്പോൾ കുറച്ച് സംസാരിച്ചൊക്കെ അടുത്ത് ഞങ്ങളെ ഒരു ദിവസം ഇങ്ങനെ എന്നോട് ചോദിച്ചു ഞങ്ങളെ ഒരു ദിവസം കാണാൻ വരുമോ? വരുമ്പോൾ ഞാൻ മോനോട് പറയട്ടെ ഇത് നിൻ്റെ അമ്മയാണെന്ന് സ്വീകരിക്കുമോ? ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ മരണം വരെ കൂടെ കാണുമെന്ന് പറഞ്ഞു. പക്ഷെ അത് നേരെ തിരിഞ്ഞായിപ്പോയി, സുചേട്ടൻ പോയി. ഞാൻ അങ്ങനെയാണ് പറഞ്ഞ വാക്ക്. അന്ന് ഇവരെ രണ്ടുപേരെ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ കിച്ചു ആദ്യം ചേച്ചിന്ന് വിളിച്ച കിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മാന്ന് വിളിച്ചു. അന്ന് എന്നെ അവൻ അമ്മാന്ന് വിളിച്ചു. അപ്പൊ ശരിക്കും അങ്ങനെ ഒരു പ്രപ്പോസൽ ശരിക്കും സുധിച്ചേട്ടൻ തന്നെയാണ്. ഇഷ്ടമാണ്, എന്നോട് ഇഷ്ടമാണോ എന്ന് തിരിച്ചു പറയാൻ പറഞ്ഞ സുചേട്ടൻ തന്നെയാണ്. ഫോണിലൂടെയാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ വന്ന് കാണുന്നു, അങ്ങനെയാണ് മോനെ ആദ്യം കാണുന്നത്? അതെ, ആദ്യമായിട്ട് രണ്ടുപേരും ഒരുമിച്ചാണ് കാണുന്നത്. ശ്വാസ് ഇവിടെ എറണാകുളത്ത് ശ്വാസിൽ വെച്ചിട്ടാണ് കാണുന്നത്. ഓക്കെ. അങ്ങനെ 12 വയസ്സിൽ കിച്ചുവിന്റെ അമ്മയായി. 12 വയസ്സിൽ കിച്ചുവില് ചേച്ചി ശരിക്കും ഫസ്റ്റ് മാരേജ് അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ ചേച്ചി ഇതൊന്ന്? 7-8 മാസം കഴിഞ്ഞിട്ട് അറിയിച്ചത്. അപ്പോൾ ഇവരുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധമായി താലി വരെ കെട്ടിയ അവസ്ഥയായി. വീട്ടിൽ ചെന്ന് ഓക്കെ ഇതെന്നാടി കഴുത്തക്കണം ഒന്നുമില്ല ചേച്ചി നീ ഒന്ന് കാണിച്ച് താലി കെട്ടിച്ച വീട്ടിലേക്ക് പോയി.
കുറച്ച് കൂട്ടുകാരൊക്കെ ശ്വാസിൽ വെച്ചിട്ട് അത് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ എല്ലാ മാസം കാണാൻ പോകും. 2-3 ദിവസം. അപ്പൊ എന്നാ കല്യാണം കഴിഞ്ഞേ? അത് ആ സമയത്ത് ആ ഇടയ്ക്ക് തന്നെ കിച്ചുവാണ് താലിയെല്ലാം മേടിച്ചത്. ഞങ്ങള് ലുലുമാളിൽ പോയി എറണാകുളത്ത്. എവിടുന്ന കല്യാണം എന്ന് പറഞ്ഞു? ശ്വാസിൽ വെച്ചിട്ട് ജസ്റ്റ് എല്ലാവരുടെയും മുന്നിൽ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു, അവർ പോലും പുറത്ത് വിട്ടിട്ടില്ലത് ആ സംഭവം. കുറച്ച് പേരെ ഉള്ളായിരുന്നു, ചോദിച്ചേട്ടൻ്റെ കുറച്ച് പേര്. വ്യൂകളൊക്കെ വായിക്കുന്നതിന് മനു എന്ന് പറയുന്ന ചേട്ടനോട് വണ്ണമൊക്കെ ഉള്ള ചേട്ടനൊക്കെയാണ് നമ്മുടെ കൂടെ അന്ന് നിന്നത്. അന്ന് താലി കെട്ടി, അമ്പലത്തിൽ പോയി പൂജിച്ച് താലി കെട്ടി. ആരും അറിഞ്ഞിട്ടില്ല, അത് വീട്ടിൽ പൊക്കി കഴിഞ്ഞപ്പം ആരാ എന്താന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനൊക്കെ വന്ന് വൈഫൊക്കെ വന്ന് എന്താ സംഭവം എന്താ ചെയ്യണു, നിനക്ക് വേറെ ആലോചനയൊക്കെ വന്നിട്ടുണ്ട്, ഇത് ഒഴിവാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നടക്കത്തില്ലെന്നുണ്ട്, എനിക്ക് സ്തുതിച്ചേട്ടൻ, ഞാൻ മോൻ്റെ കാര്യമാണ്, എനിക്ക് അവനെ ഇനി വിട്ടുപിരിയാൻ പറ്റത്തില്ല, അമ്മയെ തന്നെ വിളിക്കണത് എനിക്ക് പറ്റത്തില്ല, എനിക്ക് അവരെ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വീട്ടുകാർ വിളിച്ച് വരുത്തി. സൂചേട്ടൻ്റെ ഹലോ മോനെ എടുത്തത്. ഹലോ സൂചേട്ടൻ. ഹലോ ആരാ? പപ്പ. ഞാൻ പറയടാ എൻ്റെ പപ്പാടെ കൊടുക്കുക. സൂചേട്ടൻ പേടിച്ച് ബാത്റൂമിൽ പോയി ഒളിച്ചിരിക്കുമായിരുന്നു. പിച്ചു പറഞ്ഞു അമ്മേ അച്ഛൻ ബാത്റൂമിലായിരുന്നു. അവിടെ അച്ഛൻ ഉറങ്ങുവാണേ. എന്നിട്ട് പിന്നെ അവരെ വിളിച്ച് വരുത്തി ചങ്ങനാശ്ശേരി വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് അവരെ മതി, അതുപോലെ സ്നേഹമായിപ്പോയി ആദ്യമായിട്ട് കണ്ടപ്പോൾ. ഈ പല കമൻസും നമ്മൾ കാണുന്നുണ്ട്, അത് ശരിയാണോ അല്ലേന്ന് അറിയില്ല. സുധിച്ചേട്ടൻ്റെ അമ്മേൻ്റെ അടുത്തുനിന്ന് സുധിച്ചേട്ടനെ കൊണ്ടുവന്ന് മതം മാറ്റി കല്യാണം കഴിച്ചതാണെന്നൊക്കെ കേട്ടു. ഒരു മതവും മാറിയിട്ടില്ല. സുധിച്ചേട്ടൻ്റെ കാസ്റ്റ് ഈഴവ, ഹിന്ദു ഈഴവൻ തന്നെയാണ് മരിക്കുന്ന ഓണം വരെ കിടക്കുന്നത്. ഞാൻ ആരെയും സുധിച്ചേട്ടൻ പിന്നെ എൻ്റെ കൂടെ പള്ളിയിൽ വരുമോ, ഞാൻ പള്ളിയിൽ പോകുന്നതുകൊണ്ട് എൻ്റെ കൂടെ പള്ളിയിൽ വെറുതെ ഇരിക്കുമല്ലോ, ഷൂട്ടൊക്കെ വട്ടം ഞാൻ പള്ളിയിൽ വരുവാണേ. എന്നിട്ട് എൻ്റെ കൂടെ പള്ളിയിൽ വരുമായിരുന്നു. വന്ന് ഒരു ഞാൻ ഈ കമന്റ് കണ്ടപ്പോഴാണ് ഇങ്ങനെയായിരുന്നു തന്നെയാണ്. പക്ഷെ അടക്കിയത് ചേട്ടൻ അടക്കി അവസാന നിമിഷം ചെയ്തത്, അതായത് സംസ്കാര ശുശ്രൂഷ ചെയ്തത് പള്ളിയായിട്ട്. അത് വേറൊന്നും കൊണ്ടാണ് ഞാൻ സത്യത്തിൽ അറിയുന്നത് സുധിച്ചേട്ടൻ ക്രിസ്ത്യൻ ആയിരുന്നോ എന്നുള്ളത് അറിയുന്നത്. ക്രിസ്ത്യനല്ല, ഹിന്ദു ആണ്. അതിന് കാരണമാണ് പറയുന്നത്, സുധിച്ചേട്ടൻ മരിക്കുന്ന ഒരു ഞായറാഴ്ചയാണ് പോകുന്നത്, തിങ്കളാഴ്ച വെളുപ്പിനെയാണ് മരിക്കുന്നത്. പ്രോഗ്രാമിന് പോകുന്ന ഞായറാഴ്ച, തിങ്കളാഴ്ച തിരിച്ചു വരുന്ന സമയത്താണല്ലോ മരണം സംഭവിക്കുന്നത്. അപ്പം സുധിച്ചേട്ടൻ ആ മുന്നിലത്തെ ഞായറാഴ്ച ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ലാസ്റ്റ് എൻ്റെ കൂടെ പള്ളിയിൽ വരിക. അന്ന് ബിഷപ്പുണ്ട് ഞങ്ങൾക്ക്. ബിഷപ്പിൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. അങ്ങനെ തോന്നിയോ? ചേട്ടൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ ഇവിടെ മരണം വരെ നിന്നോട്ടെ, എന്നെ ഇവിടെ അടക്കാവുള്ളൂ. സത്യം, ദൈവസത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പം ഈ മരിച്ച സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുണ്ടായി, എവിടെ അടക്കും, എങ്ങനെ, എന്ത്. അപ്പം കിച്ചു പറഞ്ഞ് അച്ഛൻ അമ്മയുടെ കൂടെ പള്ളിയിലാണ് പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്, അച്ഛനെ ഇവിടെ അടക്കിയാൽ മതി. കിച്ചുവിൻ്റെ വാക്കാണ്, ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ദിവസത്തെ പറ്റി ഒന്നും ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഇങ്ങനെ ഊഹാപോഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കത് എന്നെ ആരും ചോദിച്ചുമില്ല. ഒറ്റ കാര്യം മാത്രം ചേട്ടൻ ചോദിച്ചു, അതായത് സുധിച്ചേട്ടൻ്റെ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രേണു അമ്മയ്ക്ക് കാലിന് വയ്യ, അവനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് തന്നേക്കാം എന്നെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി അണ്ണാ, നിങ്ങളുടെ ഇഷ്ടം, അണ്ണാന്ന് വിളിക്കുന്നു. അത്രയും ഞാൻ പറഞ്ഞു. എനിക്കത് മാത്രം ഓർമ്മയുണ്ട്. രേണു കൊച്ചേ ഞങ്ങളുടെ സുധിയെ ഇങ്ങോട്ടൊന്ന് കൊണ്ട് കാണിച്ചിട്ട് ഞങ്ങൾ വിട്ടുതരാം കേട്ടോ, അവിടെ കൊണ്ടുപോകാൻ വിട്ടുതരാം എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് കാല് വയ്യാത്തതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി അണ്ണാ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അതെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അവിടെയുള്ള ആളുകളൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു, അല്ലെങ്കിൽ ആ കമന്റ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെടില്ലല്ലോ. അങ്ങനെ ഞാൻ കണ്ടിരുന്നു അങ്ങനെ. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷനായി, ഇത് എന്താന്ന്. അപ്പൊ ഓക്കെ, അവരവരുടെ ഇഷ്ടമാണല്ലോ, അവരവർക്ക് വലുത്. പുള്ളിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്തത് നന്നായി എന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഓക്കെ, ഇഷ്ടം പോലെ ട്രോൾസ് വരുന്നുണ്ട്, കാണാറുണ്ടോ? പിന്നെ എനിക്ക് സന്തോഷമാണ്, സത്യമായിട്ട് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അടിച്ചു കൊടുക്കും ഇങ്ങനെ രേണു സുധി ട്രോൾ മലയാളം, അപ്പൊ വരൂ ഇങ്ങനെ വരുമല്ലോ ട്രോൾ. വേണ്ട, ട്രോള് വരുമെന്നല്ല, രേണു സുധി തന്നെ ഒരു ട്രോൾ ആണല്ലോ. ഇപ്പം കേരളത്തിലെ മലയാളികൾക്കിടയ്ക്ക് ട്രോള് തന്നെയാണ്. ആസ്വദിക്കാറുണ്ട്, ഞാൻ നല്ല രീതിയിൽ ആസ്വദിക്കാറുണ്ട്. ആരെങ്കിലും മെസ്സേജ് ചെയ്തിട്ടോ കമന്റ് ചെയ്തിട്ടുണ്ടോ ചെയ്ത ആൾക്ക്? ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഇപ്പം, അതായത് ഈ ട്രോൾ ചെയ്യുന്ന ആളുകളെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എങ്ങനെയും കമന്റ് ഒറ്റ ഇട്ടിട്ടുണ്ടോ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ? ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം ഒരു സന്ദീപ് എന്നൊക്കെ പറയുന്ന ഒരു എന്നെ ട്രോൾ ഒരെണ്ണം ചെയ്തായിരുന്നു, മറ്റേ തരുണാസുതിയോ അങ്ങനെ എങ്ങാണ്ട് എന്റെ പേര്. അവരല്ല, മല്ലു പേപ്പർ അല്ല, അവന്മാർക്കിട്ടുള്ള ഞാനിപ്പം പറയാം. ഇതല്ല അവന്മാർക്കിട്ടുള്ള ഞാൻ കൊടുക്കും, ഇതല്ല. ഇത് സന്ദീപോ എന്തുവാ അടിച്ചു കൊടുത്താൽ അറിയായിരിക്കും. ഇൻസ്റ്റയിൽ നല്ല ഫേമസ് ആണ്, നല്ല ഫോളോവേഴ്സ് ഉള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരു നെഗറ്റീവും തോന്നിയില്ല. ഞാൻ അവർക്ക് പേഴ്സണലി മെസ്സേജ്, എടാ അടിപൊളിയായിരുന്നു, സൂപ്പർ, കീപ്പ് ഇറ്റ്, ഇങ്ങനെ എന്നെ പോണം കേട്ടോ. ആദ്യം എനിക്കിട്ടും പണിതല്ലേ, കണി കിട്ടിയല്ലേ, പക്ഷെ നന്നായിട്ടോ. എന്നെ വൾഗർ രീതിയല്ല അവർ ചിത്രീകരിച്ചിരിക്കുന്നത്.
നല്ല രസമുണ്ട്, ആസ്വദിച്ചാണ് ഞാനത് കണ്ടത്. ഞാൻ ഇപ്പോഴും കാണാറുണ്ട് ആ ഒരു സംഭവം. മറ്റേ ഇങ്ങനെ മുടിയൊക്കെ മറ്റേ ഞങ്ങളുടെ ആൽബത്തിന്റെ പാട്ടൊക്കെ ഇട്ട്. പക്ഷെ അതല്ലാതെ വേറൊരു രണ്ടവന്മാര് ചെയ്യുന്നത് മല്ലു പേപ്പർ. അവന്മാർ എന്നെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത്. അവന്മാർ എന്റെ കണ്ണു മുന്നിൽ വന്നാലുണ്ടല്ലോ സീരിയസ് ആയിട്ട് രേണു സൂന, രേണു അല്ല രണസുന. അവരെന്തുവാടേ കാണിക്കുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് അവന്മാരെ കാണുമ്പോൾ ഉള്ള അരിശം, അവന്മാരെ കാണുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ ഉള്ള അരിശമില്ലേ എടാ, നീയൊക്കെ കാണിക്കുന്നതിന്റെ പകുതിയുടെ പകുതി നീയൊക്കെ നേരിട്ടൊന്ന് വന്ന് കാണ് ആദ്യം. നീ ഇവിടെ കുറെ മാർഗം ഇങ്ങനെ കറുപ്പിച്ച് വെച്ച് നീ കാണിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ വെച്ച്. നീ എന്നെ ആദ്യം നേരിട്ട് വന്ന് കണ്ടിട്ട് നീ ബോഡി ഷേമിങ് നടത്തും. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. രേണുസുന അല്ല രണസുന കാണിച്ചു തരാം. അമ്പടവന്മാര് ഞെക്കി പിടിച്ച് പിഴിയുവാണല്ലോ. എടാ നിങ്ങൾ ഒഴിവാക്കിയ മല്ലു ഇവന്മാരുടെ പേരെന്നാന്നറിയാൻ പറ്റുമോ? എനിക്കോ കൊറേ ദിവസമായി ഇവന്മാര് കിടന്ന് കളിക്കാതെ. ഞാൻ കൊറേ വീഡിയോ കണ്ടു. ദൈവമേ, നീ ചേച്ചീനെ ടൈം. എടാ മല്ലു പേപ്പർ, നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കഴിവുണ്ടോടാ? നീ എൻ്റെ മുന്നിൽ ഇങ്ങോട്ട് വാ. നീ ആദ്യം നീ രണ്ടാണോ എൻ്റെ മുന്നിൽ വാ. വന്നാ ഉണ്ടല്ലോ കാണിച്ചു തരാം ഞാൻ. എന്റെ പൊന്നെ, എടാ നീയൊക്കെ എൻ്റെ മുന്നിലൊന്ന് വന്ന് നിന്ന് കാണിക്കുക. എന്നെ കൊണ്ട് തന്നെ ജീവിക്കുക. ഈ വീഡിയോ അല്ല, ഇപ്പൊ ഞാൻ സെയിം ഡ്രസ്സൊക്കെയാ മേടിച്ചിടുന്നത്. സെയിം ഡ്രസ്. രണസുന. ഞാൻ അത് പേര് കണ്ടപ്പോഴാ നോക്കിയത്. നൈസായിരുന്നു. ചിരിച്ചു കരയും നായങ്കർ. ആയിട്ടുണ്ട് കേട്ടോ അത്. അവര് ശരിക്കും ഇനിയിപ്പോ എവിടെന്നെങ്കിലും വഴിയിലൊക്കെ വെച്ച് കാണുകയെന്ന് വിചാരിക്കുക നിങ്ങള്. മറ്റവരുടെ മുഖം നമുക്ക് അറിയില്ല, പക്ഷെ ഇവരെ ഫേസ് അറിയാം. ഫസ്റ്റ് എന്താ ചെയ്യാ? കല്ലെടുത്തെറിയോ? അന്നത്തെ മൂഡ് പോലെ ഇരിക്കും. എന്റെ മറുക് വരെ അവന്മാർ ഇങ്ങനെ വരച്ചു വെച്ചേക്കുവാ. ഇത്രയൊക്കെയല്ലേ ഉണക്കമുന്തിരിയാന്ന് പറഞ്ഞു. ഈ മറുക എടുക്കൂല എന്നാ ഏതോ വീഡിയോയില് പറയുന്ന കേട്ടല്ലോ. എന്റെ സൂചിച്ചാണ് ഇഷ്ടമുള്ള മറുക. ചേട്ടൻ എപ്പോഴും പറയുന്ന മറുകാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഉണക്കമുന്തിരി പോലാണ് ഇരിക്കുന്നത്. എനിക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ വെക്കാൻ നല്ല സുഖമാണ്. ഇങ്ങനെ തൊടാൻ നല്ല സുഖമായിട്ട് ഞാൻ ഇതിവിടെ വെച്ചേക്കുവാണ്. മറ്റേ പണ്ടത്തെ സിനിമ നസീർക്കൊക്കെ ചെയ്യണം ഉണ്ണി പോലത്തെ, അതുപോലത്തെ ഒരു മറുകാണിത്. ഇത് SSLC ബുക്കിലെ എന്റെ ഒരു അടയാളം. നൈസ്. ഇപ്പൊ പുതിയതായിട്ടുള്ള എന്നാലും എടാ മല്ലു പേപ്പറേ, നീയൊക്കെ വാ എന്റെ കണ്ണു മുന്നിൽ. ബാക്കി പറഞ്ഞോളൂ. ഇപ്പൊ കൂടുതലായിട്ട് കാണുന്നതാണ് രേണുസുതി പ്രണയത്തിൽ. പ്രണയം ആരാ? എന്താ അറിയായിരുന്നോ വല്ലതും? സത്യം പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ കണ്ണുകളിലെ പ്രണയം നിന്നോടാണ്. അതാരാണ് ഇപ്പം വെളിപ്പെടുത്തുന്നില്ല, സർപ്രൈസ് എന്നാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. അതേപോലെ തന്നെ കിച്ചു എന്തോ വെളിപ്പെടുത്തലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിട്ടില്ലേ, ഒരു വീഡിയോ. കിച്ചു എന്നെ വെളിപ്പെടുത്താനോ? അങ്ങനെ ഒരു ഇതിട്ടു, പകുതിയേ ഉള്ളൂ. അതായത് ബാക്കിയുള്ളത് വഴിയെ പറയാമെന്തോ. കിച്ചുന്റെ യൂട്യൂബ് ചാനലോ എന്തോന്നും അറിയില്ല, അങ്ങനെയും കണ്ടു. അവൻ എന്തെങ്കിലും കണ്ടന്റ് ആയിരിക്കുമല്ലോ, അതെന്താന്ന് എനിക്കറിയത്തില്ല. എന്നെ പറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു വിശ്വാസമല്ല, എനിക്കൊരു ഉറപ്പ്. എന്നെ പറ്റി അവനോ അവനെപ്പറ്റി ഞാനോ ഒരിക്കലും നെഗറ്റീവ് പറയത്തില്ല. അത് ഞങ്ങൾക്ക് രണ്ടുമുള്ള വിശ്വാസം അതാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുന്നേ, ഞങ്ങളൊരു എന്താ പറയുക, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെയാണ് ഞങ്ങൾ രണ്ട് പോവുക. ഇപ്പൊ ശരിക്കും ചേച്ചി ഒരാളൊരു പ്രണയം, സീരിയസ് ഒരു പ്രണയം വന്ന് ചേച്ചിയിൽ ഇതാക്കിയ അല്ല, സെക്കൻഡ് മാരേജ് ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ എന്നാലും എന്റെ കാര്യത്തിൽ അത് നാട്ടുകാർ തല്ലിക്കൊല്ലും. ഇപ്പൊ ഞാൻ ഒരുത്തനെ കെട്ടി അവനെ തല്ലിക്കൊന്നില്ലേലും എന്റെ പൊന്നെ അതൊന്നും ആലോചിച്ച് നോക്കിയ ആ സംഭവം. ഞാൻ രേണുസുതി യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചുള്ള സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി. ആ മനുഷ്യനെ വെറുതെ വിടുവോ? പാവ ആ മനുഷ്യനെ കൂടെ ഞാൻ കൊല്ലണോന്ന് അല്ലേ? അല്ല ആൾക്കും കൂടി ഒരു പണി. എന്റെ പൊന്നെ അത് ആ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതിന് ചെറിയായിട്ടൊരു ബോംബിട്ട് കൊടുത്ത കഴിഞ്ഞ ദിവസം ഞാനേ എന്നെ അഭിപ്രായം അറിയാം. എന്റെ പൊന്നെ അത് ഭയങ്കര വൈറലായി.
രേണുസുതി പ്രണയത്തിൽ ആരുമായി എന്നൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ മാർക്ക്. ശരിക്കും ഇനി ഒരു പ്രണയത്തിൽ ഒരാൾ വന്നാൽ തന്നെ പേടിയായിരിക്കും അല്ലേ? കുറച്ച് ധൈര്യം തൊലിക്കട്ടിയുള്ള ഒരാൾ തന്നെ വരണം. കാരണം അത്രമാത്രം കട്ടയ്ക്ക് പിടിച്ചേക്കുന്ന ആളാണെങ്കിൽ ഓക്കെ ആണ്. അതെ. പിന്നെ ഉള്ള ഒരു സംഭവമാണ്. ആണോ? പറഞ്ഞോളൂ. അല്ലേ? പറയൂ. പിന്നെയാണ് ആ ഒരു പെർഫ്യൂം എന്റെ പഠിച്ചോനെ സ്പ്രേ. ഓ, എന്താണ് ആ സ്പ്രേ? ഇപ്പൊ എന്തായിരിക്കുന്നു, എവിടെ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു? അത് ആ ലക്ഷ്മി നക്ഷത്ര തന്ന ആ ഒരു ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട് അവിടെ. ഇപ്പം ഈ ഒരു സ്പ്രേ പെർഫ്യൂം ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങളിലൂടെയാണ് പോകുന്നത്. തന്ന അന്ന് മുതൽ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും പോകുന്നുണ്ട്. അപ്പൊ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയോ ഇങ്ങനെ ഒരു പെർഫ്യൂം വേണ്ടായിരുന്നു, അല്ലെങ്കിൽ തന്നതാരും അറിയണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്നത് എങ്ങനെ? ഞാൻ പറഞ്ഞിട്ടല്ലേ ആ പെർഫ്യൂം. പക്ഷേ എനിക്ക് തോന്നിയത് കഴിഞ്ഞ ദിവസം ആ ഒരു ഇത് കൊടുത്തത് പെർഫ്യൂമിനെ പറ്റി ഞാനൊരു വേറൊന്നുമല്ല സംഭവം. ഞാൻ ഒന്നാമത് ഷൂട്ടിന്റെ ഇത് കഴിഞ്ഞ് ഞാനിങ്ങനെ ആകെപ്പാടെ ഇതിലിരിക്കുക, വിശന്നെങ്ങാണ്ടിരിക്കുന്ന സമയത്താണ്, വിശപ്പാണ്ട് സെറ്റിൽ വന്നില്ല, തലവേദന എടുക്കുന്നുണ്ട്, എനിക്ക് കാപ്പി വേണമെന്നുള്ള രീതിയിൽ ഇരുന്ന സമയത്താണ് ഇവർ ചോദിക്കണത്. അപ്പം ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ, അതായത് കമൻസ് കുറേ ഞാൻ കണ്ടു. ദാസേട്ടൻ്റെ മണമുള്ള പെർഫ്യൂം അടിക്കടി, ഇനിയും ദാസേട്ടൻ്റെ മണം അടിക്കടി, നീ പെർഫ്യൂം അടിച്ച് തീർന്നോടി സൂചിച്ചേട്ടൻ്റെ മണം, എന്നിട്ടാണോടി നീ അഴിഞ്ഞാടുമ്പോൾ നീ സൂചിച്ചേട്ടൻ്റെ പെർഫ്യൂം ആണോടി അടിച്ച്. ഈ ഒരു സംഭവത്തിനുള്ള ഉത്തരവാണ് ഞാൻ അവിടെ കൊടുത്തത്. പക്ഷേ അത് തിരിഞ്ഞു പറഞ്ഞു വൻ വിവാദമായി പോയി. അതെ, നിങ്ങൾ അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞതും കൂടി ഇട്ടു. അന്ന് പറഞ്ഞത് തന്നെയാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. പക്ഷെ ഈ പറച്ചില്ല, അതായത് ഇവരോട് പറഞ്ഞ ഉത്തരവാണ് നീ അടിച്ച് തീർത്തോടി, അത് അടിക്കുന്ന പെർഫ്യൂം അല്ല. ഇന്ന് ഞാൻ അത് തന്നെ, ഇനി അത് എങ്ങനെ മാറ്റി മറിക്കുന്നു എനിക്ക്, ഞാൻ പറഞ്ഞ സത്യമാണ്, അത് അടിക്കുന്ന പെർഫ്യൂം അല്ല. നമ്മളൊരു പെർഫ്യൂം ഇപ്പം പുറത്തുനിന്നൊക്കെ ഉള്ള നമ്മളെല്ലാവരും പെർഫ്യൂം അടിക്കുന്നത്, ഞാൻ പെർഫ്യൂം പ്രാന്തിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും അല്ല അടിക്കുന്നത്, പെർഫ്യൂം ഞാൻ അടിക്കും, എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്മെൽ എനിക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മൾ നല്ല സ്മെല്ലല്ലേ അടിക്കുന്നത്, ദേഹത്ത് അടിക്കുന്നത് നല്ല സ്മെല്ലല്ലേ. അപ്പം സുധിച്ചേണ്ട പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അത് എനിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ട്യൂണിൽ ഇനി എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ആ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അത് സുഗന്ധമല്ല, സത്യം പറഞ്ഞാൽ അത് വിയർപ്പിൻ്റെ ഒക്കെ കൂടിയുള്ള ഗന്ധമാണ്. അത് ഞങ്ങൾക്കത് ഇഷ്ടമാണ്, ഞങ്ങൾക്കത് മനസ്സിലാവും. മറ്റുള്ളവർക്ക് അത് അടിച്ചു നടക്കാൻ പറ്റും. ഞാനിതിപ്പോൾ അടിച്ചെന്ന് വെച്ചോ, ഞാൻ പുറത്ത് പോകുമ്പോൾ മൂന്നാമതൊരാൾ ഇതെന്ത് പടി ഈ മണമാണോ ഈ പെർഫ്യൂമിന്, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കുട്ടിക്ക് മനസ്സിലായി, ഈ കുട്ടിക്ക് മനസ്സിലായി, എന്നിട്ട് യഥാർത്ഥ കുട്ടികൾക്ക് മനസ്സിലായില്ലല്ലോ. അത് കലക്കി. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. അല്ലാതെ അത് വൃത്തികെട്ട നാറ്റം, ഇത്രയും നാളും അവർക്ക് അതായിരുന്നു നാറ്റം. ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ചേച്ചിയുടെ ഒരു ഉദ്ദേശം എന്തായിരുന്നു? ആ പെർഫ്യൂം ആ ഒരു മണം തിരികെ കൊണ്ടുവരിക എന്നുള്ളതിന്റെ ശരിക്കും ഒരു ഉദ്ദേശം എന്തായിരുന്നു? അങ്ങനെ ഒരു പെർഫ്യൂം വേണം എന്ന് തോന്നാൻ കാര്യം എന്താ? അത് ചേട്ടനുള്ളപ്പോൾ തന്നെ ഞാൻ ഈ യൂസഫിക്കയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ രണ്ട് ഷെയർ ചെയ്യാറുണ്ട്. ചേട്ടൻ അതേ മരിച്ചോറ മണോ ഒക്കെ ഡ്രസ്സിന്. അപ്പം നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് എനിക്കത് തോന്നി. ഞാൻ സൂചനോട് പറയുകയും ചെയ്തപ്പോൾ പുള്ളി അത് ആണോ ആവട്ടെ, ഓക്കെ സ്ക്രോൾ ചെയ്തു. അപ്പോൾ അതാണ് എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിലാവുന്നത്. അപ്പോൾ സൂചേട്ടൻ മരിച്ചു പോയല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മണം റീക്രിയേഷൻ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കത് കിട്ടുകയെന്ന് വെച്ചാൽ അത് വലിയ ഭാഗ്യമാണ്. കാരണം ആ മണമെന്ന് വെച്ചാൽ പുള്ളി ഇപ്പം വീട്ടിൽ നേരത്തെ ഇട്ട ഡ്രസ്സാണെങ്കിൽ അല്ല പെർഫ്യൂമൊക്കെ അല്ല അടിച്ച് ഉള്ള ഡ്രസ്സായിരുന്നെങ്കിൽ നമുക്കത് കൊടുത്ത് ആ ഒരു മണവും കൂടെ കൂടിയേ വരത്തുള്ളൂ. ഇതെന്ന് വെച്ചാൽ അവസാനം ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സാണ് അല്ലേ, ലാസ്റ്റ് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സാണ് സമയത്തുള്ള അങ്ങോട്ട് പോയത്. പ്രോഗ്രാമിന് പോയപ്പോൾ ഇട്ടു ലാസ്റ്റ് ഇട്ട ഡ്രസ്സാണ് അങ്ങോട്ട്. ഞാൻ കണ്ടത് കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേൻ്റെ ചേട്ടൻ പോകുന്നത് ഈ ഡ്രസ്സിലാണ് ഇട്ടുകൊണ്ട് പോകുന്നത്, തിരിച്ച് മരിച്ചാണ് വരുന്നത്. അപ്പം ആ ഡ്രസ്സിനകത്ത് അവസാന നിമിഷങ്ങൾ മുഴുവൻ ആ ഡ്രസ്സിനകത്തല്ലേ. എന്തായാലും ഒരു ദിവസം പോയി പിറ്റേ ദിവസം വെളുപ്പിനെ മരിക്കുമല്ലായിരുന്നു ചേട്ടൻ. അപ്പം ആ ഡ്രസ്സിനകത്തെല്ലാം പുള്ളിയുടെ വിയർപ്പും കാര്യം അലക്കൊന്നുമില്ലല്ലോ, കാരണം പ്രോഗ്രാമിന് ഡ്രസ്സ് ഊരി മറ്റേ ഡ്രസ്സ് ഇട്ടെങ്കിലും ആ ഡ്രസ്സിനകത്തെല്ലാം ഉണ്ടല്ലോ. അപ്പൊ ആ ഡ്രസ്സാണ് ഞാൻ കൊടുത്തു വിട്ടത്. അപ്പൊ അവസാനം വിട്ട ആ ഡ്രസ്സ്, അപ്പം ആ ഡ്രസ്സിൽ ഉണ്ടാകേണ്ടത് വിയർപ്പും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പൊ അതിന്റെ മണമാണ് നമ്മൾ ഈ പറഞ്ഞ ആരും അടിച്ചു നോക്കിയിട്ടില്ല, അത് മണത്ത് നോക്കിയിട്ടില്ല, ഞങ്ങൾക്കേ അറിയത്തുള്ളൂ ആ മണം. സൂചിച്ചേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് കുളിക്കാതെ വന്ന് അല്ലെങ്കിൽ സോഫയിലോട്ട് ഇരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമുക്കൊരു സ്മെല്ല് വരുമല്ലോ, പെർഫ്യൂമിന്റെയും വിയർപ്പിന്റെ എല്ലാം കൂടി ക്ഷീണത്തിന്റെ ഒക്കെ ഒരു സ്മെല്ല്. ആ സ്മെല്ല് മറ്റുള്ളവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നത്? ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റുള്ളവർക്ക് എങ്ങനെ അത് ഇഷ്ടപ്പെടുന്നത്? ഞങ്ങൾക്ക് അതൊരു ഓർമ്മയാണ്.
കാരണം ഞങ്ങൾക്ക് അറിയാം, എനിക്ക് കിച്ചുവിനൊക്കെ അറിയാം, എൻ്റെ വീട്ടുകാർക്ക് സൂചേട്ടൻ വരുമ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ആ സ്മെല്ല് നമുക്കറിയാം. അത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സാധനം നമുക്ക് കിട്ടുന്നു. അല്ലെ ചേച്ചി പറഞ്ഞല്ലോ അതിപ്പോ ഫോട്ടോന്റെ ബാക്കിൽ തന്നെ വെച്ചിരിക്കുകയാണെന്നുള്ളത്, ഫ്രണ്ടിൽ വെച്ചിരിക്കാന്ന് പറഞ്ഞു. ഇപ്പം ഉള്ള സമയങ്ങളിൽ എപ്പോഴെങ്കിലും പേടി ഋതപ്പൻ എടുത്ത് അടിക്കുമോന്ന് അതിന് ഞാൻ വഴക്ക് പറഞ്ഞ് വെച്ചേക്കുവാ. ഋതപ്പ അത് തൊടല്ലേ, അതെടുക്കില്ല, അവൻ കുഞ്ഞല്ലേ, അവൻ ഓടി വന്ന് അടിച്ചാൽ നമ്മൾ ഋതപ്പ. അല്ല ചേച്ചി, ആ പെർഫ്യൂം ഇപ്പൊ നമ്മള് ചേച്ചിയുടേതായിട്ടുള്ള ഒരു നിമിഷങ്ങളിൽ ചേച്ചി എപ്പോഴെങ്കിലും അതെടുത്ത് ഇപ്പൊ എന്താണ് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചിട്ടില്ലെന്നുള്ളൂ, ഞാൻ അടിക്കുമല്ല, തുറന്ന് മണക്കും. അടിച്ചിട്ടില്ല കേട്ടോ, ഇന്ന് വരെ അടിച്ചിട്ടില്ല. എന്താ അത് അതുകൊണ്ട് എന്താണ് അതിന്റെ ഉദ്ദേശം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അത് വേണം എന്ന് തോന്നുമ്പോ ചേട്ടൻ്റെ ഒരു സാന്നിധ്യം, അതായത് ചേട്ടൻ വലിയ രീതിയിലല്ലെങ്കിലും മദ്യപിക്കുമായിരുന്നു. ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഷൂട്ടില്ലാത്ത സമയത്ത് മദ്യപിക്കുമായിരുന്നു ആള്. സിഗരറ്റ് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ആ ഒരു ഇത് നമുക്ക് മിസ്സാകുമ്പോഴത്തേനും ചിലപ്പോൾ അത് മണർന്നു പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. ചേട്ടൻ അടുത്ത് വന്ന് അല്ലെങ്കിൽ ഇരിക്കുന്നതായിട്ടൊക്കെ തോന്നും. അത് എൻ്റെ മനസ്സിന്റെ തോന്നലാണോ ഇനി അതിന്റെ ഈ ഇത് കറക്റ്റ് ആ മണമാണ് അത് കിട്ടിയേക്കുന്നത്. കറക്റ്റ് ആണോ ആ സ്മെല്ല്? ചേച്ചിയുടെ മണം കറക്റ്റ് ആണ്. ചേട്ടൻ്റെ ആ ഒരു വിയർപ്പിന്റെ ഗന്ധമാണ്. അത് ഇച്ചിച്ചിയാന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് ഓക്കെയാണ്, മറ്റുള്ളവർക്ക് അതിനാണ് ഇത്രയും വളച്ചൊടിച്ച് വിവാദമാക്കിയത്. ഈ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്ന സമയത്ത് സുചേട്ടനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് വീട്ടിലേക്ക് വരാറുണ്ട്. പക്ഷെ ചോദിക്കാറുണ്ടോ സ്മെല്ല് ചെയ്യാൻ? എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കാം. അത് ഭയങ്കര പവിത്രതയോടെ ഞാൻ സൂക്ഷിക്കുന്ന സാധനം. അല്ല പുറത്തുള്ള ആരെങ്കിലും അത് സ്മെല്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ? സ്മെല്ല് ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ അവരെ അടിക്കാനൊന്നും ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. എനിക്കത് താല്പര്യമില്ല, മറ്റുള്ളവർക്ക് മുന്നിൽ അടിച്ചിട്ട് എന്തെടുക്കാൻ താല്പര്യമില്ല. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഉള്ളതാണ് ലക്ഷ്മി ചേച്ചി, ലക്ഷ്മി നക്ഷത്രമായിട്ട് സ്തുതി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേൾക്കുന്നുണ്ട്. ശരിക്കും അതിന്റെ സത്യാവസ്ഥ ഞങ്ങളെ ഒരുപാട് സഹായിച്ചതാണ് ലക്ഷ്മി. അതെ, ഒരിക്കലും മറക്കത്തില്ല. ഒക്കെ പോട്ടെ, അതായത് ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത് ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് ലക്ഷ്മി നക്ഷത്ര വന്നില്ല എന്നുള്ളതായിരുന്നു. വന്നില്ലല്ലോ അവരാരും. അന്ന് അവർക്ക് വേറെ എന്തോ പ്രോഗ്രാം, ഓണപരിപാടി എന്തോ ആയിരുന്നു, ഫ്ലവേഴ്സ് എല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി വളരെ നല്ല രീതിയിൽ ഉത്തരം കൊടുത്തു, കാരണം എല്ലാവർക്കും തിരക്കാണ്. ഓണം ഫംഗ്ഷനും കൂടാണ്, കാരണം KHDC എന്ന് പറഞ്ഞവരാണല്ലോ വീട് വെച്ചത്. അവർക്ക് ആ സമയത്ത് ചെയ്തിട്ട് അവർക്ക് പുറത്തു പോകാനുള്ളവരാണ് എല്ലാവരും. പുറത്തുനിന്ന് വന്ന് 10-30 പേരടങ്ങുന്ന ആൾക്കാരാണ്, നമുക്ക് കുടുംബങ്ങളാണ് നമുക്ക് ഈ വീട് വെച്ച് തന്നത്. കൂട്ടത്തിൽ ഫ്ലവേഴ്സും 24 എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ മാസംഘടന എല്ലാവരും ഉണ്ടായിരുന്നു. എങ്കിലും ഇവരാണ് നമുക്ക് വീട് വെച്ച് തന്നത്. അപ്പം ഈ വീട് വെച്ച് തന്നപ്പോഴത്തേന് അവർക്ക് കുറെ ആൾക്കാർക്ക് ദുബായിലൊക്കെ പോകേണ്ടവരാ പുറത്ത്. അപ്പൊ ആ സമയം കൊണ്ടാണ് ഇവര്. അപ്പൊ അവര് പറഞ്ഞു, മറ്റവര് പറഞ്ഞു, ഫ്ലവേഴ്സ് പറഞ്ഞു, ഞങ്ങൾ ഒരു പ്രോഗ്രാമിലാണ്, ഞങ്ങൾ ഒരു ദിവസം എല്ലാരും കൂടെ വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ അറിയില്ല. അതെ, ഞാൻ ചോദിക്കുന്നത് അതല്ലേ ചേച്ചി. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഈ ഹൗസ് വാമിങ്ങിന്റെ പറയുന്നു, വരാൻ പറ്റിയില്ല, അങ്ങനെ പറഞ്ഞു. ലക്ഷ്മി ചേച്ചിനെ കണ്ട രേണു ചേച്ചിനെ പറ്റി ചോദിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ ശേഷം, അതായത് ഈ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ലക്ഷ്മി ചേച്ചി എപ്പോഴെങ്കിലും രേണു ചേച്ചിനെ വിളിച്ചോട്ടെ, രേണു ചേച്ചി ലക്ഷ്മി ചേച്ചിനെ വിളിച്ചോട്ടെ ചോദിച്ചു, ഇത് എന്താ രേണു ഇങ്ങനെ ഇതിന് മാത്രം? ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യം അറിയാം. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ആവശ്യമില്ലല്ലോടാ. അങ്ങനെ രണ്ടുപേർക്കും അറിയാം കാര്യങ്ങൾ. രണ്ടുപേരും കാണുന്നുണ്ട്. ലക്ഷ്മിയോട് ചോദിക്കുന്നത് ഞാനും കാണുന്നുണ്ട്, ചിന്നുവിനോട് ചോദിക്കുന്നത് ഞാനും കാണുന്നുണ്ട്, എന്നോട് ചോദിക്കുന്നത് ചിന്നുവും കാണുന്നുണ്ട്. അതെ, പിന്നെ എന്തറിയാനാ ഇനി? ഇത് കൂടുതൽ എന്തറിയാം? അറിയാൻ തന്നെ പറഞ്ഞാൽ തന്നെ ഇതല്ലേ പറയത്തുള്ളൂ. അല്ലാതെ ഇതിനെ പറ്റി ഇത് ഇത്രയും വൈറലായതിനു ശേഷം ഇല്ല നിങ്ങൾ തമ്മിൽ ഒരു അങ്ങനെ ഒന്നും സംസാര വിഷയം ഉണ്ടായിട്ടില്ല. ഓക്കെ നൈസ്. ഞാനിപ്പോ ഫുള്ള് വൈറലായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളെ പറ്റി മാത്രമാണ് ഇപ്പൊ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ സ്റ്റാർ മാജിക്കിലെ അനൂപ് എന്ന് പറയുന്ന ആള് തന്ന ജോലി നിരസിച്ചോ, വേണ്ടാന്ന് വെച്ചോ? എനിക്ക് സ്റ്റാർ മാജിക്കിലെ അനൂപേട്ടൻ ജോലി തന്നു എന്ന് പറഞ്ഞാൽ അവരൊരു ജോലിയെ പറ്റി പറഞ്ഞിരുന്നു. അത് എന്താന്ന് ചോദിച്ചാൽ അക്കൗണ്ടന്റ് ആയിട്ടാണ്. സത്യം പറഞ്ഞാൽ കണക്കും തൊപ്പിയുടെ ABCD അറിയാത്ത ഞാൻ എങ്ങനെ ചെന്ന് ആ കമ്പനിയും കൂടെ മുടിപ്പിക്കാനാണോ ഞാൻ പറഞ്ഞു. എനിക്ക് അതാണ് നിരസിച്ചതല്ല, ഞാനത് ഫിറ്റല്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്. നേഴ്സിങ്ങിന് പോകാമല്ലോ, ഹ്യൂമാനിറ്റീസ് എടുത്താൽ GNM. ഞാനൊരു കമന്റ് കണ്ടു, ഹ്യൂമാനിറ്റീസ് എടുത്ത് ഇപ്പോൾ ഞാൻ നേഴ്സിങ്ങിന് പോയിട്ടുണ്ടെന്ന്. ഞാൻ GNM ജനറൽ നേഴ്സിങ്ങിനാണ് പോയത്, അതും പഠിച്ചില്ല, അത് നിർത്തിപ്പോന്ന്. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് കണക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന വിഷയം എടുത്തത്, +1 +2. അപ്പൊ ഞാൻ ഇതെങ്ങനെ അക്കൗണ്ടന്റ് ആയിട്ട് ചെയ്യണത്? എനിക്ക് കംഫർട്ടല്ല. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ജോലികളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഈ ഒരു ജോലിയുടെ കാര്യം സംസാരിച്ചു. പിന്നെ ഇപ്പം അതുപോലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് രേണു സുധി ബിഗ് ബോസിലേക്കോ കണ്ടിരുന്നു? ഞാൻ വന്നു തലക്കുണ്ടല്ലേ, കുറവുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടോ? എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. വിളിച്ചാൽ ഞാൻ പോകും, വിളിച്ചിട്ടില്ല.
ഓക്കെ. ഇതുവരെ വിളിച്ചിട്ടില്ല. ഇന്നിപ്പോ സമയം എത്രയായി? ഈ സമയം വരെ എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ. വിളിച്ചിട്ടില്ല. ശരിക്കും ബിഗ് ബോസിലേക്ക് പോകുന്നത് കൊണ്ട് ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? ചേച്ചി എന്താന്ന് അറിയിക്കാനാണോ, അല്ലെങ്കിൽ അവിടെ എങ്ങനെ പെർഫോം ചെയ്യണം അങ്ങനെ? എനിക്ക് അറിയില്ലല്ലോ പോവില്ലോ എന്ന്. വിളിച്ചില്ലടാ. വിളിക്കുമായിരിക്കും, കാരണം വൈറലായിട്ടുള്ള എല്ലാവരും വിളിക്കാറുണ്ടല്ലോ. ഇപ്പൊ ചേച്ചിയാണല്ലോ വൈറൽ. ഞാൻ അധികം അത് കാണാറില്ലായിരുന്നു. ചില എപ്പിസോഡുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടിട്ടേ ഉള്ളൂ. ഞാനേ കണ്ടിട്ടുണ്ട് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ എപ്പിസോഡുകൾ. ഇപ്പൊ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ വരുത്തുന്ന ഒരു മാറ്റം എന്തായിരിക്കും ചേച്ചിയില്? അതായത് ഫുൾ ടൈം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ ഈ ഒരു ക്യാരക്ടർ എനിക്ക് മാറ്റിയിട്ട് അവിടെ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വിളിച്ചാ പോകുന്ന കാര്യമാണ്. പോട്ടെ, എന്തായാലും പോട്ടെ, പറയാൻ പറ്റില്ല, ചിലപ്പം വിളിക്കും. അയ്യോ, എനിക്ക് തെറിവിളി കേട്ടാ ദേഷ്യം വരും. അതായത് കൂടെ ഉള്ളവര് നിങ്ങളെ തെറി വിളിച്ചാ? അല്ല, പൊതുവെ തെറിവിളി കേട്ടാ ദേഷ്യം വരുന്ന ആ സ്വഭാവം മാറ്റണേ എന്നുണ്ട് ആഗ്രഹമുണ്ട്. കാരണം ചൂടായ എന്നെ എടുക്കും ഒരുപാട്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നപ്പോ എന്നെ പരത്തെറിയാ വിളിക്കുന്നത്. ഞാൻ കയറി ചൂടായി. ആ ലൈവ് എടുത്ത ആൾക്കാർ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. തള്ളച്ചി. കാരണം എന്നെ വിളിക്കുന്നതൊന്നും ഇവരാരും കേൾക്കുന്നില്ലല്ലോ. അട്ടപ്പാടി എന്നാ കോളനി അങ്ങനൊന്നും വിളിക്കാൻ പാടില്ലാത്തതാ. ജാതി വെച്ചിട്ടോ അല്ലെങ്കിൽ കുലം വെച്ചിട്ടോ ഒന്നും വിളിക്കാൻ പാടില്ല, തെറ്റാണ്. ഞാൻ കോളനിയിൽ ജീവിച്ചോളൂ തന്നെയാണ്. സൂചേട്ടൻ മരിച്ച സമയത്ത് കോളനി ഭാഗത്തായിരുന്നു ഞങ്ങളുടെ വീട്. എനിക്കത് പറയുന്നതിന് ഒരു മടിയില്ല. ഞാൻ അന്തസ്സായിട്ട് പറയും. അന്തസ്സായിട്ട് പറയും. അട്ടപ്പാടിന്ന് വിളിച്ചതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഓവറാവരുത്. ഇടി മറ്റോളെ മുതുക്കി, മറ്റോളെ മറിച്ചോളെ ആയ പൂവൊക്കെ വിളിക്കുമ്പോൾ ഞാൻ തിരിച്ച് തള്ളച്ചിന്നല്ലേ വിളിച്ചോളൂ. മുതുക്കി തള്ളച്ചിന്ന് ഞാൻ വിളിച്ചു. അതെ അതെ, ഞാൻ പക്ഷെ എപ്പോഴും പറയണമെന്ന് വിചാരിച്ചതാട്ടോ. രേണു ചേച്ചി നമ്മൾ കാണുന്ന പോലെയല്ല നേരിട്ട്. വളരെ അങ്ങനെയല്ല പറയട്ടെ, വളരെ പൈശാചിക പ്രിയം. അല്ല, ആള് ഭയങ്കര ഷോർട്ടാണ്, അതിന്റെ കൂടെ തന്നെ നല്ല ക്യൂട്ടും ആണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി. സീരിയസ്ലി എനിക്ക് തോന്നുന്നു എല്ലാരും അത് പറയുന്നുണ്ടാവും അല്ലേ? തിരിച്ച് നല്ല ഭംഗിയാണ്. താങ്ക് യു. ഇപ്പൊ എന്തായി, സെറ്റ് ആയില്ലേ? അല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ വളരെ ചെറുതുമാണ്. അത്രയ്ക്ക് നമ്മൾ വീഡിയോയിൽ കാണുന്ന ഒരാളെ അല്ല നേരിട്ട്. ഇത് ഞാൻ മാത്രം പറഞ്ഞിട്ട് അഭിപ്രായമല്ലല്ലോ. അത് നമുക്ക് ഭയങ്കര ഷോക്കാവും. ഞാൻ എപ്പോഴും ഇപ്പൊ തുറന്ന് കാണല്ലേ, അപ്പൊ ഞാൻ അങ്ങനെ ഒരാളെ പ്രതീക്ഷിച്ചു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ ഞാൻ ആകെ ഷോക്കായി പോയി. ഇതാണോ ഇത്രയാണോ എന്ന് തോന്നിപ്പോയി. പക്ഷെ നല്ല ഞാനും ചേച്ചിയുടെ അത്ര തന്നെ ഉള്ളൂ, കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ബോഡി ഷെയ്മിങ് അല്ലേ? ബോഡി ഷെയ്മിങ് അതുപോലെ ഇഷ്ടം പോലെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ആ ബോഡി ഷെയ്മിങ്ങിനൊക്കെ ചേച്ചി എങ്ങനെയാ പ്രതികരിക്കുന്നത്? അത് മാത്രം എന്തോ എന്നെ ഇവരെന്തോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. എലി, പല്ലി, പാറ്റ ഇല്ലെന്ന്. അയ്യോ, ഒരെണ്ണം ഇട്ട് കൊടുത്തു. ഇനി അടുത്ത പാറ്റാന്ന് വരും. എലി, പല്ലി, പിന്നെ എന്താണ് ഓന്ത്, ഇതൊക്കെയാണ് ഞാനെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, അതൊക്കെ ജീവികളല്ലേന്നേ. പിന്നെ അവരൊക്കെ ജീവികളല്ലേ. പിന്നെ ട്രാൻസ്ജെൻഡർ, എനിക്ക് അവരെ ഇഷ്ടമാണ് കേട്ടോ. അവരും നമ്മളെ ഞാൻ അതാണെന്നാണ് പറയുന്നത്. എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെ പറഞ്ഞോട്ടെ. അതിനൊന്നും പരാതിയില്ല. എനിക്ക് ഒരു പരാതിയില്ല, പരിഭവവും ഇല്ല ആരോടും. അതേപോലെ സന്തോഷം മാത്രം. അതെ, എന്നും സ്നേഹം മാത്രം. എന്നാലും ഇവിടെ മല്ലു പേപ്പർ നിന്നെ എന്റെ കണ്ണു മുന്നിൽ വന്നാ ഉണ്ടല്ലോ തുപ്പും നോക്കും. എന്നാലും എന്റെ അച്ഛന് നല്ലത് വരണേ. അതേപോലെ എനിക്ക് പിന്നെ നമ്മളെ കാണുന്നത് എന്താന്ന് വെച്ചാ ടോം ചാക്കോയുടെ കൂടെ അഭിനയിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ആരോ ചോദിക്കുന്നു. അതിനുള്ളൊരു ഉത്തരം വിളിക്കണ്ടേ? വിളിച്ചാ ഞാൻ തയ്യാറാണ്. ഇപ്പം പറയും ഇവളെ വിളിച്ചത്. ശരിക്കും ഒരാളുടെ കൂടെ അഭിനയിക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ കൂടെ ആയിരിക്കും? അത് അധികപ്പറ്റായിപ്പോ. അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. ആര് വിളിച്ചാലും ഞാൻ അഭിനയിക്കും. അങ്ങനെ ഒരാളാണ്. അല്ലാതെ ഇന്നോരുടെ കൂടെ അങ്ങനെ ചിന്തിക്കാൻ പോലുള്ള ആളല്ല ഞാൻ. അങ്ങനെയൊന്നും ഇല്ലടാ, ഇല്ല. ഞാൻ അങ്ങനെ പേഴ്സണലി ഞാൻ പറഞ്ഞ ആര് വിളിച്ചാലും അഭിനയിക്കും. അല്ലാതെ അങ്ങനെ ചിന്തിക്കാൻ പോലുള്ള ഒരു ആളുണ്ട് ഇല്ല. ഞാൻ അത്ര ഞാനിപ്പോ പറയുന്നുള്ളൂ. ഒരാളുടെ പേര് പോലും പറയാൻ പറ്റത്തില്ല. അത്ര വലിയ ജഗദീഷ് ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോ സിനിമയൊക്കെ വരുമ്പോ കുറച്ച് ഇന്റിമേറ്റ് ആയിട്ടൊക്കെ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ രേണു ചേച്ചി റെഡി ആയിരിക്കും? ചെയ്യും. എനിക്ക് ഇണങ്ങുന്ന രീതിയിൽ ഞാൻ ചെയ്യും. ഓക്കെ ആവുന്ന രീതിയിൽ. പിന്നെ സിനിമ റീല് പോലെ അല്ലല്ലോ. അവർ പറഞ്ഞ ഡയറക്ടർ പറഞ്ഞ നമ്മൾ ചെയ്യണം. നമ്മുടെ രേണു ചേച്ചിന്റെ വൈറൽ ആയിട്ടൊരു ആൽബമാണ് കരിമിഴിക്കണ്ണാൽ അല്ലെ? 1 മില്യണോട് അടുത്തില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഞാൻ പ്ലേ ചെയ്തുതരാം.
നല്ല പാട്ടാ, ഭയങ്കര ഫീലാണ് ഈ പാട്ട്. എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യും. അപ്പൊ എന്താ അറിയില്ല, ഭയങ്കര ഫീൽ ചെയ്യും. അടിപൊളിയായിരുന്നു എന്തായാലും. കരയാണോ? അല്ല, പാട്ടിന്റെ ആ ഇതിലങ്ങ് പോയതാ. ഓ, അങ്ങോട്ടേക്ക് എത്തി. ഇത് ഇപ്പൊ ഞാൻ ഈ പാട്ട് ഇട്ട് വന്നാ എനിക്കൊന്ന് കാണിച്ചു തരുമോ അതിന്റെ എക്സ്പ്രഷൻ? ഈ സാധനം പ്രതീക്ഷ വേണം, പക്ഷെ എന്നാലും പ്രതീക്ഷ ഉണ്ടെന്ന് സങ്കല്പിക്കാം. പ്രതീക്ഷ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചോളൂ. പ്രതീക്ഷ അതാണ്, പ്രതീക്ഷ ഉണ്ടെന്ന് പ്രതീക്ഷ. കാരണം ഞാൻ പറയാൻ വന്ന, ഞാൻ ഈ പാട്ട് കാണും, എന്നും കാണും. അത് എന്റെ അഭിനയം കാണാനല്ല, എനിക്ക് ആ പ്രതീഷിന്റെ അഭിനയം കാണാനാണ്. സത്യം, ജിന്നാണ് ഡയറക്ഷൻ, ജിന്നാണ് ഡയറക്ഷൻ. ഒരു രക്ഷയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രതീഷ്, അവൻ നല്ല, എന്നെ നിഷ്കളങ്കത്വമാണ് അവൻ ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാട്ട് പ്ലേ ചെയ്യട്ടെ? ഓ ഷുവർ, കാണല്ലേ നമുക്ക്. അറിയില്ലേ? ഇനി അഭിനയിച്ച വേറെ വല്ലതും പറയാം. സലീം കുമാറിന്റെ ഓർമ്മ അതാണ്. കാരണം സീരിയസ്ലി ഏതായാലും വരും, കമന്റ് വരും, കുഴപ്പമില്ല. ഇത് ഏറ്റവും വിറ്റായത് ഈ ആൽബത്തിന്റെ കൂടുതലായിട്ട് ആളുകൾ പറഞ്ഞത്, ആൽബം കഴിഞ്ഞിട്ടൊരു എക്സ്പ്രഷൻ ഉണ്ട്. അതെന്താ സംഭവം? അതെന്താ സംഭവം അറിയോ? ഇത് ആൽബത്തിന്റെ വീഡിയോ ക്യാമറയിൽ എടുത്ത സംഭവം അല്ല. അത് വേറെ മീഡിയാസ് വന്നില്ലേ, പ്രമോഷൻസ് കാര്യം, അവരെടുത്ത സംഭവമാണ്. കാരണം ശരിയാ, കറക്റ്റാണ് പറഞ്ഞത്. കെട്ടിപ്പിടിക്കുന്നു, അഭിനയിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ആ ടീം കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാപാത്രത്തോടെ വലിച്ചെറിഞ്ഞു വരുന്നത്. അതാണ് അതിന്റെ സത്യം. കഥാപാത്രത്തെ കളയുകയാണ്, അല്ലാതെ പിന്നെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റുമോ? അതിന്റെ അനിയ കുഞ്ഞല്ലേ. എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു കട്ട് ചെയ്തിട്ടതിന് ശേഷമുള്ളത്. ഓരോ സീൻ കഴിഞ്ഞിട്ടുള്ള കട്ട് വിളിക്കുമ്പോൾ അത് വേണം ഞാനൊന്ന് കാണിച്ചു തരാം. അതൊക്കെ വൈറലായല്ലേ? അത് ഭയങ്കര വൈറലായി. അത് പിന്നെ ആൾക്ക് ട്രോൾ ചെയ്തതിനെ ഇതിന് ശേഷമുള്ള ഇപ്പം ക്യാരക്ടറാണ്. വിട്ട് 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 എന്താ പിന്നെ അവനാ പറമ്പിക്കൂടെ പോയത്. അതെന്താ അങ്ങനെ ആ ക്യാരക്ടർ അവരിൽ നിന്ന് റൊമാൻറ്റിക് അപ്പൊ തന്നെ മിന്നി മറയുന്നു. ഒരു കഴിവല്ലേ പ്രത്യേക. അന്ന് പറഞ്ഞ ചെക്കനെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അത് കഴിഞ്ഞിട്ട് ക്യാരക്ടർ വിട്ടിട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ? കമന്റ് ആണ്, എനിക്ക് ചിരി വന്നിട്ടുണ്ടല്ലോ. അതിന്റെ കമന്റ് ആണ് വിറ്റതാ. എന്താണ് ആ ഷോട്ട് എടുത്ത് കഴിയുമ്പോ ആ ക്യാരക്ടറിനെ അവിടെ ഉപേക്ഷിക്കുമ്പോ വരുന്ന പ്രൊഫഷണൽ എക്സ്പ്രഷൻ. ഈ കമന്റ് ഞാൻ നെഗറ്റീവായിട്ട് എങ്ങനെ സ്വീകരിക്കും? അതെന്റെ ഒരു വലിയ കഴിവായിട്ട് ഞാൻ സ്വീകരിക്കുന്നത്. നെഗറ്റീവായി ഇട്ടത്, പക്ഷെ ഞാനത് സ്വീകരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. നൈസ്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ചേച്ചി ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ആളാണ് രേണു ചേച്ചി. അപ്പൊ അതുപോലെ തന്നെ മുന്നോട്ട് പോവാ. നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് അറിയുമ്പോൾ നമുക്കൊരു ധൈര്യം വരാനുണ്ട്. ആ ധൈര്യമാണോ എന്ന് എനിക്കറിയില്ല ചേച്ചിൻ്റെ കണ്ടത്. എന്തായാലും ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോവാ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.